പ്രൈസ് ദി ലോർഡ്. ഏവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. വിവിധ തരത്തിലുള്ള ഭാഗ്യവാന്മാരെ കുറിച്ച് തിരുവചനത്തെ ആധാരമാക്കിയും അല്ലാതെയും ഇതിൻ്റെ ഒന്നാം ഭാഗത്തിൽ നാം ചിന്തിച്ചുവല്ലോ. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തരായ ഭാഗ്യവാന്മാരെ കുറിച്ചാണ് തിരുവചനത്തെ ആധാരമാക്കി ഈ രണ്ടാം ഭാഗത്ത് നാം ചിന്തിക്കുവാൻ പോകുന്നത്. യാക്കോബ് 1:12 പറയുന്നത് എന്താണെന്ന് കേൾക്കാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും എന്ന് ഇവണ്ണം അവിടെ എഴുതപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പങ്കപ്പാടുകളിൽ നാം പങ്കാളികളാക്കുവാനും ക്രിസ്തുവിൻ്റെ സ്വഭാവ രീതികൾക്കൊത്തവണ്ണം അവിടുത്തെ കഷ്ടാനുഭവങ്ങളുള്ള ബന്ധത്തിൽ നാം ക്രിസ്തീയ ജീവിതം നയിച്ച് ക്രിസ്തുവിന് കൊള്ളാവുന്നവരായി തീരുവാനോ ആഗ്രഹിക്കുന്നവർ നമ്മിൽ എത്ര പേരാണുള്ളത്? രക്ഷിക്കപ്പെട്ട ദൈവകൽപ്പന അനുസരിച്ച് ക്രിസ്തുവിൻ്റെ സഹനങ്ങളിലൂടെ ജീവിക്കുന്ന വിശ്വാസ സമൂഹത്തെ കർത്താവ് സ്നേഹിക്കുകയും അങ്ങനെയുള്ളവരെ ദൈവം നന്നായി അറിയുകയും ചെയ്യുന്നുണ്ടല്ലോ. അനേകം കഷ്ടങ്ങളുടെ വീണം നാം ദൈവരാജ്യത്തേക്ക് പോകേണ്ടതെന്ന് പൗലോസ് അപ്പോസ്തലൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. വാഗ്ദത്ത പ്രകാരമുള്ള ജീവകിരീടം അങ്ങനെയുള്ളവർക്കാണ് ലഭിക്കുന്നത്. അത് നാം പ്രാപിക്കണമെങ്കിൽ പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്ക് ലാഭമായതെല്ലാം ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണുകയും നമ്മളുള്ള പകയും വിദ്വേഷവും അസൂയയും പിണക്കവും ചതിയും വഞ്ചനയും ഉപേക്ഷിക്കുകയും ഹൃദയപൂർവ്വം അന്യോന്യം നാം ക്ഷമിക്കുകയും സ്നേഹിക്കുകയും നമുക്കെതിരെ വരുന്ന പ്രതികൂലങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ച് പരീക്ഷകളിൽ പതറിപ്പോകാതെ സഹിച്ചും സഹകരിച്ചും ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ വാസ്തവമായും നാം ദൈവത്തിൽ നിന്നും പ്രാപിക്കേണ്ട ജീവകിരീടം പ്രാപിക്കുക തന്നെ ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് വേണ്ടി പരീക്ഷകൾ സഹിച്ച യേശുക്രിസ്തുവിൻ്റെ മാതൃക പിന്തുടരുകയും ചെയ്താൽ വാസ്തവമായും ദൈവത്താൽ നാം ഭാഗ്യവാന്മാരായി തീരുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല. നേരോടെ നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയും മുടക്കുകയില്ല എന്നുണ്ടല്ലോ. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നും ഉണ്ടല്ലോ. 84-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങളിൽ കോരഹപുത്രന്മാർ പറയുന്നത് പോലെ സൂര്യനും പരിചയമായ ദൈവത്തിൻ്റെ മഹത്വം നാം കാണുവാനായി നമ്മുടെ ദൈവത്തിൽ തന്നെ വീണ്ടും നമുക്ക് ആശ്രയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വിലപ്പെട്ട സന്ദേശം കൂടെ നിർത്തുന്നു. ആമേൻ.